വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. എൻ്റെ പ്രീവിയസ് ഫ്യൂ എപ്പിസോഡ്സ് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചുള്ളതായിരുന്നു. സോ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ആകാം, ക്വാണ്ടിറ്റേറ്റീവ് ആകാം. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിനെയും അവരുടെ ബിസിനസ് മോഡലിനെയും പിന്നെ അവരുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രൈമറിലി 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഓരോ ക്വാർട്ടറിലും അതുപോലെ എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ കമ്പനിയുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ NSEയുടെയോ BSEയുടെയോ വെബ്സൈറ്റിൽ നിന്നോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒഫീഷ്യലി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ പോർട്ടൽസിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്തിനാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ കമ്പനി ഫൈനാൻഷ്യലി ഹെൽത്തി ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അങ്ങനെ നമ്മളൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ആ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കണോ വേണ്ടായോ എന്ന്. അതുപോലെ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡേറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ റേഷ്യോസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലോജിക്ക് ഇതാണ്, ഒരു ഫൈനാൻഷ്യലി ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ഫണ്ടമെന്റൽസും സ്ട്രോങ് ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ലോങ് ടേമിലത്തേക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുമാണ്. മാത്രമല്ല നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇപ്പോൾ ഒരു 10 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ ഏത് വാങ്ങിക്കണമെന്ന് ആ കമ്പനീസിൻ്റെ ഒക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ ഒരു സെക്ടറിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അതിൽ ഏത് വാങ്ങിക്കണം എന്നുള്ളത് ആ കമ്പനീസിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്താൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനി ഫൈനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ലോങ് ടേമിൽ മുകളിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അതുപോലെ ഒരു കമ്പനി ഫൈനാൻഷ്യലി വീക്ക് ആണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ലോങ് ടേമിൽ താഴോട്ടുമായിരിക്കും പോകുന്നത്. ഞാൻ ലോങ് ടേം എന്ന് പറയാൻ കാരണം ഒരു ഫൈനാൻഷ്യലി വീക്ക് കമ്പനി ഷോർട്ട് ടേമിൽ ഒരിക്കലും പെട്ടെന്ന് താഴോട്ട് പോകത്തില്ല. അത് ലോങ് ടേമിൽ കുറേ ബൗൺസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും താഴോട്ട് ഈവൻച്വലി പോകുന്നത്. അതുപോലെ ഒരു കമ്പനി ഫൈനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിൽ അതും ഷോർട്ട് ടേമിൽ ചിലപ്പം താഴോട്ടായിരിക്കാൻ പോകുന്നത്, പക്ഷേ ലോങ് ടേമിലായിരിക്കും ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A balance sheet is a financial statement that reports a company's assets, liabilities and shareholders' equity at a specific point in time. ആ ഡെഫിനിഷനിൽ നിന്ന് എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നത് ആസ് ഓൺ 31st March 2019 അല്ലെങ്കിൽ ആസ് ഓഫ് 31st March 2019 അങ്ങനെയാണ്. അതിനർത്ഥം ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഒരു സ്പെസിഫിക് ഡേറ്റിൽ എന്തായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസിന്റെ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 31st March 2020 10,000 crores ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ March 31st 2020 അവസാനിച്ച ഫിസിക്കൽ ഇയറിൽ ഇൻഫോസിസിന്റെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 10,000 crores ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി April 2020 ഇൻഫോസിസ് ഇപ്പോൾ ഒരു കമ്പനി അക്വയർ ചെയ്യാനായിട്ട് 5,000 crores ക്യാഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്യാഷ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവൻ 10,000 നിന്ന് താഴ്ന്ന് 5,000 എത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ നോട്ടീസ് ചെയ്യണമെന്നില്ല, കാരണം അവർ അടുത്ത ബാലൻസ് ഷീറ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ക്യാഷ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും 10,000 crores തന്നെ ആയിരിക്കാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ ആ ക്വാർട്ടറിൽ ചിലപ്പോൾ ഒരു 5,000 crores പ്രോഫിറ്റ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അത് ക്യാഷ് ബാലൻസിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ആസ് ഓണെന്നോ അല്ലെങ്കിൽ ആസ് ഓഫെന്നോ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. ഇനി ഒരു ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ മെയിൻലി 3 കാര്യങ്ങളാണ് ഉള്ളത്: അസറ്റ്സ്, ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ്. ഇനി ഒരു കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുന്നത് അത് കറണ്ട് അസറ്റും ആകാം അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റും ആകാം. സോ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ കറണ്ട് അസറ്റ്സിന്റെയും നോൺ കറണ്ട് അസറ്റ്സിന്റെയും ടോട്ടൽ ആണ്. അതുപോലെ ഒരു കമ്പനിയുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അത് കറണ്ട് ലയബിലിറ്റീസും ആകാം നോൺ കറണ്ട് ലയബിലിറ്റീസും ആകാം. സോ കറണ്ട് ലയബിലിറ്റീസിന്റെയും നോൺ കറണ്ട് ലയബിലിറ്റീസിന്റെയും ടോട്ടലാണ് ഒരു കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെയും അതുപോലെ റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെയും ടോട്ടലാണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കമ്പനി അവരുടെ അസറ്റ്സ് എല്ലാം വിറ്റിട്ട് അവരുടെ ലയബിലിറ്റീസ് എല്ലാം പേയും ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് എത്രയാണോ അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഒരു കമ്പനിയുടെ നെറ്റ് വർത്ത് എന്നും പറയുന്നത്. ആ ടേംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും അത് ആദ്യം കാണുക. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുമ്പം നമുക്ക് ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യുമ്പം നമുക്ക് ആ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെ പറ്റിയും അതുപോലെ ഓപ്പറേറ്റിംഗ് ലെവറേജിനെ പറ്റിയും ഒരു ഐഡിയ കിട്ടും. കാരണം ബാലൻസ് ഷീറ്റിൽ ഒരു കമ്പനിയുടെ കറണ്ട് അസറ്റ്സും അവരുടെ ലയബിലിറ്റീസും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
ഒരു കമ്പനിക്ക് അവരുടെ ഷോർട്ട് ടേം അസറ്റ്സ് മതിയോ അവരുടെ ലയബിലിറ്റീസ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ടെന്ന്. ഇനി ഞാൻ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. കാരണം ഞാൻ എൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ വീഡിയോസിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫണ്ടമെന്റൽ അനാലിസിസിലെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടും ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ തന്നെ സെലക്ട് ചെയ്തത്. മാത്രമല്ല ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ബിസിനസ്സും അവരുടെ പ്രോഡക്ട്സും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. ഇതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ 31 മാർച്ച് 2019 ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് 31 മാർച്ച് 2019 എന്ന ഡേറ്റിലെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നത് അവരുടെ അസറ്റ്സ് ആണ്. അതിൽ തന്നെ നോൺ കറണ്ട് അസറ്റ്സും ഉണ്ട്, കറണ്ട് അസറ്റ്സും ഉണ്ട്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി ലോങ് ടേമിലത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന അസറ്റ്സിൻ്റെ ഒരു ലിസ്റ്റാണ്. നോൺ കറണ്ട് അസറ്റ്സിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേരിലുള്ള മെഷീൻസും ഫാക്ടറിയും ലാൻഡും ഇതൊക്കെയാണ്. ഇനി ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇവരിപ്പം പുതിയതായിട്ടൊരു ഫാക്ടറി ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് 373 crores ആണ്. സോ ആ പണി കഴിയുമ്പോഴത്തേക്ക് ആ വാല്യൂവും കൂടെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലോട്ട് ആഡ് ചെയ്യും. ഇനി ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അതായത് ഇവർ പേറ്റന്റിന് വേണ്ടിയിട്ടും ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ടും കോപ്പറേറ്റിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഗുഡ് വിൽ എന്ന് പറഞ്ഞ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 5 lakh crores ആണ്. പക്ഷേ അവരിപ്പം ആ കമ്പനി വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പം 5 lakh crores മേലെ വരുമായിരിക്കും അവരുടെ ബ്രാൻഡ് വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് കൊക്കോകോള എന്ന് പറയുന്നത്. കൊക്കോകോളയുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അകത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ കമ്പനി വേറൊരാൾ ടേക്ക് ഓവർ ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ പോകുമ്പോഴോ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അത് ഞാൻ ഗുഡ് വില്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് ഫിസിക്കൽ അസറ്റ്സ് അല്ല. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും HUL അവരുടെ സബ്സിഡിയറീസിലും അതുപോലെ ജോയിൻറ്റ് വെഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 254 കോടിയാണ്. സപ്പോസ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നോട്ട് 5 ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സബ്സിഡിയറി കമ്പനീസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ലോൺസ് ആണ്. ലോൺസ് എന്ന് പറയുന്നത് HUL അവരുടെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ സപ്ലയേഴ്സിനോ ആർക്കെങ്കിലും ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് 396 crores ആണ്. എഗെയിൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നോട്ട് 7 ചെക്ക് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് റിലേറ്റഡ് പാർട്ടീസിനും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ടും പിന്നെ എംപ്ലോയീസിനും ഒക്കെ കൊടുത്തിരിക്കുന്നതാണ് ആ 396 crores എന്ന് പറയുന്നത്. അടുത്തത് അതർ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ടേം ഡെപ്പോസിറ്റ്സിലും അതർ അസറ്റ്സിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11 crores ആണ്. അടുത്തത് ടാക്സ് അസറ്റ്സ് ആണ്. അതെന്ന് പറയുന്നത് HULന് ഡിഫറെൻറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ള എമൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ്സ് ആണ്. അടുത്തത് അവരുടെ അതർ നോൺ കറണ്ട് അസറ്റ്സ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് 10 അവൈലബിൾ ആണ്. സോ ഇനി നമുക്ക് അത് നോക്കാം. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഗവൺമെൻറ്റിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് എമൗണ്ടും അതുപോലെ അഡ്വാൻസ് ആയിട്ട് നടത്തിയിരിക്കുന്ന കുറച്ച് പേയ്മെൻറ്റ്സും ആണ്. ഇത്രയും കാര്യങ്ങളാണ് HULൻ്റെ നോൺ കറണ്ട് അസറ്റ്സിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇൻവെൻറ്ററീസ് ആണ്. ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞാൽ ഇവർ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ പ്രോഡക്ട്സിൻ്റെ വാല്യൂവും പിന്നെ അവർ റോ മെറ്റീരിയൽസും അതുപോലെ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് എല്ലാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 2693 crores ആണ്. സോ അതൊരു ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് 6 അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഞാൻ നോട്ട് 6 ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റും അവർ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മെയിൻലി ട്രഷറി ബിൽസിലും പിന്നെ മ്യൂച്വൽ ഫണ്ട്സിലുമാണ്. അടുത്തത് ട്രേഡ് റിസീവബിൾസ് ആണ്. അതെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ റിലയൻസും ബിഗ് ബസാറും ഡിമാർട്ടൊക്കെ ബൾക്കായിട്ട് HULൻ്റെ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആ സ്പോട്ട് പേയ്മെൻറ്റ് ആയിരിക്കത്തില്ല, ചിലപ്പം ക്രെഡിറ്റിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ടൊക്കെ HULന് കിട്ടാനുള്ളതാണ്. അതൊക്കെ ട്രേഡ് റിസീവബിൾസിലായിരിക്കും കാണിക്കുന്നത്. അടുത്തത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്ന് പറയുന്നത് 575 crores ആണ്. പക്ഷേ അതിൻ്റെ താഴെ തന്നെ വീണ്ടും കാണിച്ചിട്ടുണ്ട് അത് കൂടാതെയുള്ള അവരുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 3113 ആണെന്നുള്ളത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് നോട്ട് 13 and 14 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 31 മാർച്ച് എന്ന് പറഞ്ഞ ഡേറ്റിൽ HULൻ്റെ കറണ്ട് അക്കൗണ്ട്സിലെല്ലാം കൂടെ അവർക്ക് 23 കോടി രൂപയാണുള്ളത്. അതുപോലെ അവരുടെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് 552 കോടിയുമാണ്. സോ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 575 crores ആണ്. ഇനി അതർ ബാലൻസ് ആയ 3113 crores സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിൽ അൺപെയ്ഡ് ഡിവിഡൻ്റ് ആണ് 134 crores, പിന്നെ അതർ അക്കൗണ്ട്സിലാണ് 17 crores,
പിന്നെ ബാക്കി 2962 ക്രോസ് എന്ന് പറയുന്നത് ടേം ഡെപ്പോസിറ്റ്സ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 3 മന്ത്സോ അതിൽ കൂടുതലോ ആണ്. ഇനി ഫൈനാൻഷ്യൽ അസറ്റ്സിലെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അതർ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 542 ക്രോഡ്സ് ആണ്. അതിൻ്റെയും നമുക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നോട്ട് 8 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ 542 ക്രോഡ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഗ്രൂപ്പ് കമ്പനീസിൽ നിന്നും അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള കുറച്ച് എമൗണ്ട് ആണ്. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ അതർ കറണ്ട് അസറ്റ്സ് ആണ്. അതെന്ന് പറയുന്നത് 352 ക്രോഡ്സും വരും. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് 15 അവൈലബിൾ ആണ്. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പോർട്ട് ബെനിഫിറ്റ്സും GST ക്രെഡിറ്റും പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെയാണ്. ഇനി അസറ്റ്സിലെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ക്രോഡ്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ അസറ്റ്സിൽ പെടുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അസറ്റ്സിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 17,865 ക്രോഡ്സ് ആണ്. ഇനി നമുക്ക് HULൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സൈഡിൽ അസറ്റ്സും മറ്റേ സൈഡിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും പിന്നെ ലയബിലിറ്റീസുമാണ്. അതായത് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അഥവാ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ലയബിലിറ്റീസിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 216 കോടിയുമാണ്. HULൻ്റെ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. ഇവർക്ക് ടോട്ടലായിട്ട് 216 കോടി ഷെയർസുമാണ് ഉള്ളത്. സോ അവരുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 216 ക്രോഡ്സ് തന്നെ കിട്ടും. ആ 216 കോടി രൂപ എന്ന് പറഞ്ഞാൽ HULൻ്റെ ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ HULൻ്റെ ഫേസ് വാല്യൂ ആയ 1 രൂപ ഇൻറ്റു അവർക്ക് ടോട്ടൽ 216 ക്രോഡ് ഷെയർസ് ഉണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് അതർ ഇക്വിറ്റിയാണ്. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ്. അതെന്ന് പറയുന്നത് HUL ഇത്രയും നാളായിട്ട് ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ്സിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഈ അതർ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസിൽ ആദ്യത്തെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബാധ്യതയാണ്. പക്ഷേ അതൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് 1 വർഷമോ അതിൽ കൂടുതലോ സമയമുണ്ട്. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ സെറ്റിൽ ചെയ്യേണ്ട പേയ്മെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ക്രെഡിറ്റേഴ്സിന് അവർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 7,070 ക്രോഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ HULന് അവർക്ക് അവരുടെ പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ പലതരം റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടായിരിക്കാം. പക്ഷേ ആ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാൻ നേരത്ത് അവർ സ്പോട്ടിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കത്തില്ലായിരിക്കാം. സോ അതൊക്കെ ഒരു ക്രെഡിറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ടൊക്കെ അവർക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ സെറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ എമൗണ്ടൊക്കെ അവർ ഇതിലായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇനി ഫൈനാൻഷ്യൽ ലയബിലിറ്റീസിൽ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 276 ക്രോഡ്സ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് 19 അവൈലബിൾ ആണ്. ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് കഴിഞ്ഞ് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ അതർ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 506 ക്രോഡ്സും ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് 23 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അത് എംപ്ലോയീസിൻ്റെ സാലറിയും ബോണസൊക്കെയാണ്. ഫൈനലി പ്രൊവിഷൻസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 501 കോടി രൂപയുമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അത് എംപ്ലോയി ബെനിഫിറ്റ്സും അങ്ങനെ കുറച്ച് പ്രൊവിഷൻസും ആണ്. ഇതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അവരുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 17,865 ക്രോഡ്സ് ആയിരുന്നു. ഇനി അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂം 17,865 ക്രോഡ്സ് ആണ്. സോ അങ്ങനെ അത് രണ്ടും ബാലൻസ് ആയിട്ടുണ്ട്. ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ബാലൻസ് ഷീറ്റ് നമുക്ക് മണി കൺട്രോളിൽ കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതാണ് മണി കൺട്രോളിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും മണി കൺട്രോളിൽ അവരൊരു കമ്പനിയുടെ ലയബിലിറ്റീസും ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ കമ്പനിയുടെ അസറ്റ്സ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാർച്ച് 2019 ഡേറ്റ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 216 ക്രോഡ്സ് ആണ്. അവരുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് 7,418 ക്രോഡ്സും ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ ആക്ച്വലി 7,634 ക്രോഡ്സ് ആണ് വരുന്നത്. പക്ഷേ ഇവർ കാണിച്ചിരിക്കുന്നത് 7,659 ക്രോഡ്സും ആണ്. ആ 7,659 ക്രോഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ HULൻ്റെ അവരുടെ ഒഫീഷ്യൽ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന 216 ക്രോഡ്സും 7,443 ക്രോഡ്സും കൂടെ കൂട്ടിയാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. മണി കൺട്രോളിൽ കൊടുത്തിരിക്കുന്ന ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻകറക്റ്റ് ആണെങ്കിലും അവർ കൊടുത്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞ എമൗണ്ട് അത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മണി കൺട്രോളിലെ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സീരിയസ് ആയിട്ട് ഒരു കമ്പനി അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഒഫീഷ്യൽ ബാലൻസ് ഷീറ്റ് തന്നെ ചെക്ക് ചെയ്യണം. മണി കൺട്രോളിൽ ഒരു കമ്പനിയുടെ ഇക്വിറ്റി സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അവർ കൊടുത്തിരിക്കുന്ന ലയബിലിറ്റീസ് ആണ്. അതിൽ ആദ്യം നോൺ കറണ്ട് ലയബിലിറ്റീസും പിന്നെ കറണ്ട് ലയബിലിറ്റീസുമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും HULൻ്റെ ടോട്ടൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 1,853 ക്രോഡ്സ് ആണ്. ഇനി അവരുടെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 8,353 ക്രോഡ്സുമാണ്.
സോ അവരുടെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി പ്ലസ് ടോട്ടൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് പ്ലസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതെന്ന് പറയുന്നത് 7,659 ക്രോഡ്സ് പ്ലസ് 1,853 ക്രോഡ്സ് പ്ലസ് 8,353 ക്രോഡ്സ് ആണ്. അതായത് ടോട്ടൽ 17,865 ക്രോഡ്സ് ആണ് HULന്റെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആണ്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നോൺ കറണ്ട് അസറ്റ്സ് ആണ്, പിന്നെ കറണ്ട് അസറ്റ്സ് ആണ്. HULന്റെ ടോട്ടൽ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 4,716 ക്രോഡ്സ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 256 ക്രോഡ്സ് ആണ്. പിന്നെ ഡിഫോൾട്ട് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത് 339 ക്രോഡ്സ് ആണ്. പിന്നെ അവരുടെ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്നത് 396 ക്രോഡ്സ് ആണ്. പിന്നെ അതർ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 784 ക്രോഡ്സും ആണ്. സോ അവരുടെ ടോട്ടൽ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിക്സഡ് അസറ്റ്സിൻ്റെ ടോട്ടലായി 4,716 പ്ലസ് 256 പ്ലസ് 339 പ്ലസ് 396 പ്ലസ് 784 ആണ്. സോ ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 6,491 വരും. ഇനി അവരുടെ കറണ്ട് അസറ്റ്സിൽ അവരുടെ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ വാല്യൂ ആയി 2,693 ക്രോഡ്സ് വരും. പിന്നെ അവരുടെ ഇൻവെൻട്രീസിൻ്റെ വാല്യൂ വരും 2,422. പിന്നെ അവരുടെ റിസീവബിൾസ് ഉണ്ട് 1,673. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ഉണ്ട് 3,688. പിന്നെ അതർ കറണ്ട് അസറ്റ്സ് ഉണ്ട് 898. സോ അവരുടെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ടോട്ടലാണ്. അതായത് 2,693 പ്ലസ് 2,422 പ്ലസ് 1,673 പ്ലസ് 3,688 പ്ലസ് 898. സോ ടോട്ടൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 11,374 വരും. അതെന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. ഇനി അവരുടെ ടോട്ടൽ അസറ്റ്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടലും അതുപോലെ നോൺ കറണ്ട് അസറ്റ്സിൻ്റെയും ടോട്ടൽ എടുക്കണം. അതായത് 6,491 പ്ലസ് 11,374 ആണ് അവരുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അതും 17,865 വരും. സോ അഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ അസറ്റ്സും ലയബിലിറ്റീസും ഈക്വൽ ആയിട്ടുണ്ട്. ഇനി HULന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 17,865 ക്രോഡ്സ് ആണ്. ഇനി അവരുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ നോൺ കറണ്ട് ലയബിലിറ്റീസിൻ്റെയും അതുപോലെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെയും ഒരു ടോട്ടലാണ്. അതെന്ന് പറയുന്നത് 10,206 ക്രോഡ്സ് വരും. സോ അവരുടെ ടോട്ടൽ അസറ്റ്സ് ആയ 17,865 ക്രോഡ്സിൽ നിന്ന് ഈ 10,206 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7,659 കിട്ടും. അതുതന്നെയാണ് HULന്റെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സോ അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ റീഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.